ആക്സസ് നൗ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് മറ്റേതൊരു രാജ്യത്തേക്കാളും ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് റദ്ദാക്കലുകൾ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2022 മാത്രം കണക്കെടുത്താൽ 84 തവണയാണ് ഇന്ത്യയിൽ മോദി സർക്കാർ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചത്. മണിപ്പൂരിലെ വംശീയ കലാപത്തിൻ്റെ പേരിൽ 140 ദിവസങ്ങളാണ് ഇൻ്റർനെറ്റ് റദ്ദ് ചെയ്തത്. കഴിഞ്ഞ പതിറ്റാണ്ടിൻ്റെ കണക്കെടുത്താൽ മാത്രം രാജ്യത്തുടനീളം 850 തവണയാണ് ഇൻ്റർനെറ്റ് റദ്ദാക്കലുകൾ ഉണ്ടായിട്ടുള്ളത്. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് കുത്തനെ ഉയരുകയുണ്ടായി. ജമ്മു കശ്മീരിൽ മാത്രം 433 തവണയാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടത്. സ്റ്റോപ്പ് ഡേറ്റാബേസ് അഥവാ ഷട്ട് ഡൗൺ ട്രാക്കർ ഒപ്റ്റിമൈസേഷൻ പ്രൊജക്റ്റ് അനുസരിച്ച് 2016 മുതൽ ലോകത്താകമാനം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകളിൽ 58% ഇന്ത്യയിൽ നിന്നുള്ളതാണ്. കണക്കുകളെല്ലാം നമുക്ക് മുൻപിലുണ്ട്. എന്നാലും രാജ്യത്തെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളും ഇൻ്റർനെറ്റ് റദ്ദാക്കലുകളുടെ സാമൂഹിക, സാമ്പത്തിക, മാനുഷിക നഷ്ടങ്ങൾ കണക്ക് കൂട്ടുകയോ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യുന്നില്ല. ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ ഫലമായി കൂട്ടമായി തൊഴിലില്ലാതാക്കപ്പെട്ട മനുഷ്യരുടെയോ വരുമാനവും ജീവിതമാർഗവും നഷ്ടപ്പെട്ട മനുഷ്യരുടെയോ പ്രശ്നങ്ങൾ എവിടെയും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല.